ഹലോ ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വിപിതയുടെ സ്നേക്സ് ഹാവ് ഹോളോസ് എന്നുള്ള പോവമാണ്. വിപിത ഒരു അസിസ്റ്റന്റ് റിസർച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ആൻഡ് ഓൾസോ എ ബഡ്ഡിംഗ് ആർട്ടിസ്റ്റാണ് കേട്ടോ. പിന്നെ കുറേ മോഡേണിസ്റ്റ് പോംസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഓൺലൈനായിട്ടുള്ള ജേർണൽസിലാണ് ഈ പോംസ് ഒക്കെ എഴുതിയിട്ടുള്ളത്. പേജ് നമ്പർ 47 കൊടുത്തിട്ടുണ്ട് കേട്ടോ പോംസ് ഏതൊക്കെയാണെന്ന്. അപ്പോൾ ഈ ഒരു പോം എന്ന് പറയുന്നത് ദ സ്നേക്സ് ഹാവ് ഹോളോസ് എന്ന് പറയുന്നത് പാമ്പുകൾക്ക് മാളമുണ്ട്, അതാണ് അവരുടെ മലയാളം ടൈറ്റിൽ. അത് ഇംഗ്ലീഷിലൂടെ ട്രാൻസ്ലേറ്റ് ചെയ്തത് രവിശങ്കർ എൻ ആണ്. ഇതൊരു മിനിമലിസ്റ്റ് പോവമാണ്, അതായത് ചെറിയ പോവമാണ്, പക്ഷെ എന്താണ് പറഞ്ഞേക്കുന്നത്, ഇച്ചിരി ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ സ്ട്രക്ചറും തീമും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ചെറിയ പോമായിട്ട് തോന്നുമെങ്കിലും വലിയ ഒരു ഐഡിയ ആണ് ഇതിനകത്തൂടെ പ്രസന്റ് ചെയ്തേക്കുന്നത്. ഒരു പ്രോപ്പർ സെറ്റിങ്ങിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പ്രോട്ടഗോണിസ്റ്റിന്റെ പേര് മാത്രമേ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. ആ പ്രോട്ടഗോണിസ്റ്റിന്റെ അവരുടെ ആക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, അവരുടെ ജോലി അല്ലെങ്കിൽ അവർ വീട്ടിനകത്ത് പൂഞ്ചേലി എന്നാണ് നമ്മുടെ പ്രോട്ടഗോണിസ്റ്റിന്റെ പേര്. അപ്പോൾ പൂഞ്ചേലി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പോവർട്ടി സ്ട്രിക്കൺ ആയിട്ടുള്ള ലൈഫ് അനുഭവിക്കുന്ന സ്ത്രീയാണ് പൂഞ്ചേലി. അതൊന്നും ഇവിടെ പറയുന്നില്ല ഡയറക്റ്റ്ലി, പക്ഷെ നമ്മുടെ ആ സറൗണ്ടിങ്സ് വെച്ചിട്ട് നമ്മൾ പോയത്തിലൂടെ മനസ്സിലാക്കുന്ന കാര്യമാണ്. ആൻഡ് ഈ പൂഞ്ചേലിയുടെ ജോലി എന്താണെന്ന് വെച്ചാൽ ജോലിയല്ല, അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എലികളെ പിടിച്ചുകൊണ്ടിരിക്കുവാണ് എലിക്കണിയിലൂടെ. അതാണ് ഈ ഒരു പോയത്തിനകത്തൂടെ കാണിക്കുന്നത്. സോ ഇതൊരു ഡെയിലി ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും നമ്മൾ നേരത്തെ പഠിച്ച പോയം പോലെ ഇതൊരു എക്സ്ട്രീം ആയിട്ടൊരു സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു പോവമാണ്. അപ്പോൾ ഈ സ്നേക്സ് ഹാവ് ഹോളോസ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ പോവർട്ടിയെക്കുറിച്ചും ഐസൊലേഷനെക്കുറിച്ചും, അതായത് നമ്മുടെ താഴെ തട്ടിലുള്ള ആളുകൾ, മാർജിനലൈസ്ഡ് സൊസൈറ്റി അല്ലെങ്കിൽ പുവർ പീപ്പിൾ അനുഭവിക്കുന്ന പോവർട്ടി ഐസൊലേഷനെ കുറിച്ചാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. പൂഞ്ചേലി എന്നുള്ള പ്രോട്ടഗോൺസിലൂടെ ഈ ഒരു കാര്യമാണ് നമ്മുടെ പോയിന്റ് പറയുന്നത്. സോ മൗസ് ട്രാപ്പിലൂടെ എങ്ങനെയാണ് ഈ ഒരു പോവം, മൗസ് ട്രാപ്പ് എന്നുള്ള മെറ്റഫറിലൂടെ എങ്ങനെയാണ് ഈ പോവം പോവർട്ടി സ്ട്രിക്കൺ ആയിട്ടുള്ള ലൈഫ് അനുഭവിച്ചു പോകുന്ന ആളുകളുടെ ലൈഫിനെ എങ്ങനെ കാണിക്കുന്നു എന്നാണ് പറയുന്നത്. മൗസ് ട്രാപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ എലിയെ പിടിക്കുക എന്നുള്ള ആക്ഷൻ എന്ന് പറയുന്നത് ഒരു മെറ്റഫറാണ്. അതെങ്ങനെയാണ് പോവർട്ടിയുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നു ഈ ഒരു പോവം, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പോവർട്ടിയാണ് പറയുന്നത്. പാമ്പുകൾക്ക് മാളമുണ്ടെന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ. സോ അതെന്ന് പറയുന്നത് വയലാർ രാമവർമ്മ എഴുതിയ പാട്ടാണ്, കമ്പോസ് ചെയ്ത പാട്ടാണ്. അശ്വമേധം എന്നുള്ള പ്ലേക്ക് വേണ്ടി എഴുതിയതാണ്. സോ ഈ ഒരു പാട്ടെന്ന് പറയുന്നത് നമ്മുടെ KPSCയുടെ നാടകത്തിലും യൂസ് ചെയ്തിട്ടുള്ള പാട്ടാണ് കേട്ടോ. പിന്നീട് അത് ഫിലിമിലും യൂസ് ചെയ്തു, അത്രേ ഉള്ളൂ. ദെൻ നമുക്ക് നോക്കാം ഈ ഒരു പോം എന്താണെന്ന്. ആദ്യമേ നമുക്ക് പോയതിൻ്റെ ജസ്റ്റ് സ്റ്റാൻസ ബൈ സ്റ്റാൻസ മിസ് ഒന്ന് പറഞ്ഞു പോവാം. തുടങ്ങുന്നത് എങ്ങനെയാണ്, പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്. പിന്നീട് പറയുന്നത് എന്താണ്, പീസ് റോസ്റ്റ് ചെയ്തതിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഷുഗറും റൈസും കൂടി ബീറ്റ് ചെയ്തതിൻ്റെ സ്മെല്ലും വരുന്നുണ്ട്. അല്ലെങ്കിൽ എന്താണ്, ഷുഗർ വളരെ അരി ഇങ്ങനെ വെള്ളത്തിലിട്ടേക്കുന്നതിൻ്റെ മണം വരുന്നുണ്ടെന്ന് പറയുവാണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു കിച്ചണിൻ്റെ ഒരു സെറ്റപ്പ് കാണിക്കുവാണ് ഇവിടെ പോയിട്ട്. സോ പെട്ടെന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുവാണ്. ഈ ഒരു പാമ്പുകൾക്ക് മാളമുണ്ടെന്നൊക്കെ പറയുന്നത് എന്താണ്, നമ്മുടെ പൂഞ്ചേലി പ്രോട്ടഗോണിസ്റ്റ് പാട്ട് പാടിക്കൊണ്ടിരിക്കുവാണ്. പിന്നെ അടുക്കളയിലെ സെറ്റപ്പ് എല്ലാം കാണിച്ചേക്കുവാണ്. പൂഞ്ചേലി ഒരു പാട്ട് പാടുന്നു, എന്നിട്ട് എന്ത് ചെയ്യുവാണ്, എലിയെ പിടിക്കാൻ വേണ്ടി കോക്കനട്ടിന്റെ ഫ്ലഷ്, അതായത് നമ്മുടെ കരിക്കല്ലെങ്കിൽ തേങ്ങയുടെ പീസ് ഇങ്ങനെ ഓരോ സ്ഥലത്തും വെച്ചേക്കുവാണ്. മൗസ് ട്രാപ്പ് ഉണ്ട് അവരുടെ കയ്യിൽ, അതിനൊരു റസ്റ്റി സ്മെല്ലുണ്ട്, അതായത് തുരുമ്പെടുത്ത ഒരു മൗസ് ട്രാപ്പാണുള്ളത്. ഓക്കെ, പിന്നെ അതിൻ്റെ ആ ഒരു വഴി എന്ന് പറയുന്നത്, അതായത് എലിക്ക് കയറാനുള്ള വഴി എന്ന് പറയുന്നത് എന്താണ്, വളരെ നാരോ ആയിട്ടുള്ള വഴിയാണ്. ദെൻ 3-4 മൗസ് അല്ലെങ്കിൽ മൈസ് അവിടെയൊക്കെ ഇങ്ങനെ സ്ക്വീക്ക് ചെയ്ത് നടക്കുന്നുണ്ട്. അത് ഫ്രൈയിങ് പാനിൻ്റെ അകത്തോട്ട് ഒളിച്ചു കയറി നടക്കുവാണ്. അപ്പോൾ ഫ്രൈയിങ് പാനിൻ്റെ അകത്തോട്ട് ഒളിച്ചു കയറി നടക്കുക എന്ന് വെച്ചാൽ മീനിങ് എന്താണ്, ആ ഫ്രൈയിങ് പാൻ ഇപ്പോൾ യൂസ് ചെയ്യാറേ ഇല്ല എന്ന് വെച്ചാൽ എന്താ, ഫുഡ് അധികം കിട്ടാത്തത് കൊണ്ട്, ഫ്രൈയിങ് പാൻ അല്ലെങ്കിൽ മീനോ ഫുഡോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഫ്രൈയിങ് പാൻ ഒന്നും യൂസ് ചെയ്യാറില്ല. സോ അതിൻ്റെ കീഴിലോട്ടാണ് ഇപ്പോൾ എലി എന്ത് ചെയ്യുന്നത്, ഓടിക്കളിക്കുന്നത്. ഒരു വൈറ്റ് മൈസ് അതെന്ത് ചെയ്യുവാണ്, ചാക്കിനകത്തൂടെ ചാക്ക് തുളച്ച് അരി ഇങ്ങനെ കഴിക്കാൻ വേണ്ടി അത് കരണ്ട് കയറുവാണ്. അപ്പം അതിന് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കാം ഇത് അതിൻ്റെ ലാസ്റ്റ് സപ്പറാണെന്ന്. ദെൻ പിന്നീട് എന്താണ് കാണിക്കുന്നത്, അത് കൂടിനകത്ത് കയറി അത് ട്രാപ്പിലായി, അത് ചത്തു. 7.5 സെക്കൻഡിനുള്ളിൽ അതിന് ഡെത്ത് വന്നു. ഇവിടെ ഡെത്തിനെ കാണിച്ചേക്കുന്നത് ലിബർട്ടി ആയിട്ടാണ്, ഒരു സൈൻ ഫോർ ഫ്രീഡം ആയിട്ടാണ് കാണിച്ചേക്കുന്നത്. അതായത് എല്ലാവർക്കും മരണം എത്തുമ്പോഴാണ്, അല്ലെങ്കിൽ ഇവരെ പോലുള്ള ആളുകൾക്ക് മരണം എത്തുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടുന്നത്. അതായത് ഇവരൊക്കെ വളരെയധികം ഡൗൺ ട്രോട്ടൺ ആയിട്ടുള്ള ആളുകളാണ്, പോവർട്ടി സ്ട്രിക്കൺ ലൈഫ് താമസിക്കുന്ന ആളുകളാണ് നമ്മുടെ പൂഞ്ചേരി പോലുള്ളവരൊക്കെ. സോ പറയുവാണ്, ഇവർക്കൊക്കെ മരണം കിട്ടിയാലേ ഇവർക്കൊക്കെ ഇങ്ങനെയുള്ള പന്ന ലൈഫിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അപ്പോൾ ഇവിടെ എലിയെയും ആ ഒരു ഇമേജിൽ കാണിച്ചേക്കുവാണ്. കുറച്ച് അരി കിട്ടി, അത് തിന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതങ്ങ് ചത്തു, ആ ഒരു എലിക്കണിക്കകത്ത് വീണ് ചത്തു.
7 സെക്കൻഡേ എടുത്തോളൂ എന്ന് പറയുവാണ്. പൂഞ്ചേലി എന്ത് ചെയ്യുന്നുണ്ട്, ഈ മൗസ് ട്രാപ്പിനെ എടുക്കുന്നുണ്ട്, എന്നിട്ട് അതിനെ എക്സാമിൻ ചെയ്യുവാണ്, മരിച്ചോ ഇല്ലയോ എന്നൊക്കെ എക്സാമിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുവാണ്, ആ എലി എടുത്ത് മാറ്റിയിട്ട് വീണ്ടും കോക്കനട്ട് സ്ലൈസ് അതിനകത്ത് വെച്ചിട്ട് വീണ്ടും എന്ത് ചെയ്യുവാണ്, ആ ചാക്കിൻ്റെ അടുത്തോട്ട് അതിനെ ഡ്രാഗ് ചെയ്ത് വെക്കുവാണ്. അതായത് വീണ്ടും അരി കഴിക്കാൻ വേണ്ടി എലി വരുമ്പോൾ ഇതിനകത്താകെ പെട്ടുപോകും. അപ്പോൾ പൂഞ്ചേലി വീണ്ടും പാടുകയാണ്, പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്. അപ്പോൾ ഈ ഒരു പോവത്തിൻ്റെ ബാക്കി ലൈൻ എന്താണ്, ഈ ഒരു പാട്ടിൻ്റെ മനുഷ്യപുത്രനെ തലചായ്ക്കാൻ മണ്ണിൽ ഇടമില്ല, ഇതാണ് അതിൻ്റെ ഒരു ബാക്കി ലൈൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താണ്, ഈ പാവപ്പെട്ട ആളുകൾക്ക് കയറി കിടക്കാനോ അവർക്ക് വേണ്ടി ഫുഡ് തരാനോ ഒന്നും അവർക്ക് ആരുമില്ല, അവരെ സഹായിക്കാനൊന്നും ആരുമില്ല. ഈ ഒരു ഇമേജാണ് പറഞ്ഞിരിക്കുന്നത്. പോവർട്ടിയെക്കുറിച്ചാണ് സത്യം പറഞ്ഞ ഈ ഒരു പോവം പറഞ്ഞിരിക്കുന്നത്. ഡൗൺ റോഡൻ ആളുകൾ എങ്ങനെയാണ് ജീവിക്കുന്നത് അതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് പോവത്തിൻ്റെ സ്പീക്കർ എന്ന് പറയുന്ന അൺനെയിംഡ് സ്പീക്കറാണ് കേട്ടോ. നറേറ്ററിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല. ജസ്റ്റ് പൂഞ്ചേലി ഒരു മിസ്റ്റീരിയസ് വുമണിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. പിന്നെ ഈ മൗസ് ട്രാപ്പ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റഫറാണ്. മൗസ് ട്രാപ്പ് എന്ന് പറയുന്നത് എന്താണ്, പൂഞ്ചേലി മൗസ് ട്രാപ്പിനെ മൈസിനെ അതായത് എലിയെ പിടിക്കാൻ വേണ്ടി ട്രാപ്പ് ചെയ്ത് എടുത്ത് വെച്ചേക്കുന്നതാണ്. അതിനൊരു റസ്റ്റി സ്മെല്ലുണ്ട്. പിന്നെ എന്താണ്, അതിൻ്റെ ലിഡ് തുറക്കുമ്പോൾ എന്താണ്, ഒരു നാരോ ആയിട്ടുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ എലിക്ക് കയറാൻ വേണ്ടി. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ വളരെ ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഡേഞ്ചറാണ് എലികൾക്ക്. എലികൾ എവിടെയാണ്, ഫ്രൈങ് പാൻ്റെ കീഴിലാണ് ഒളിച്ച് കിടക്കുന്നത്. പിന്നെന്താണ്, കോക്കനട്ട് ഫ്ലഷ് ഉപയോഗിച്ചാണ് ഇവരെ ട്രാപ്പിലാക്കുന്നത്. പൂഞ്ചേലി എന്ത് ചെയ്യുന്നുണ്ട്, എലി മരിക്കുന്ന കാര്യമൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്, എക്സാമിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യമാണ്ട് കറക്റ്റ് 7 സെക്കൻഡ് ആകുമ്പോൾ മരിക്കുന്നുണ്ടെന്ന് പൂഞ്ചേലിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഡ്രാമ സോങ് ഉണ്ടല്ലോ, ദ സ്നേക്സ് ഹാവ് ഹോളോസ്, അതായത് ഒരു KPSCയുടെ നാടകത്തിലെ പാട്ടാണിത്. ഓക്കെ, അപ്പോൾ അത് മറ്റേ അശ്വമേധം എന്നുള്ള മലയാളം മൂവിയിലും ഈ പാട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അശ്വമേധം എന്ന് പറഞ്ഞാൽ മലയാളം മൂവിയാണ് കേട്ടോ, പ്ലേ അല്ല, മലയാളം മൂവിയാണ്. അത് 1962 റിലീസായൊരു മൂവിക്കകത്തും ഇതേ സോങ് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്, പാമ്പുകൾക്ക് മാളമുണ്ടെന്നുള്ള. അത് വയലാർ രാമവർമ്മയാണ് കമ്പോസ് ചെയ്തത്, KS ജോർജാണ് അത് പാടിയിരിക്കുന്നത്. അതെന്തിനെക്കുറിച്ചാണ് ആ പാട്ടെന്ന് പറയുന്നത്, ഒരു പോവർട്ടി സ്ട്രിക്കൺ ലൈഫ് അല്ലെങ്കിൽ ഒരു മാർജിനലൈസ്ഡ് മാൻ പാടുവാണ്. അയാൾ ഒരു പുവറാണ്. ഈ പുവർ അതായത് ഈ പാവപ്പെട്ട ആളുകളുടെ ലൈഫിനോട് കാണിക്കുന്ന ആ ഒരു സഫറിങ്സിനെ കുറിച്ചാണ് ഈ ഒരു പോവം പറയുന്നത്, ഇൻഡിഫറൻസിനെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ തന്നെ ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത് എന്താണ്, ഹ്യൂമൻ മൈൻഡ് എന്ന് പറയുന്നത് വളരെയധികം മിസ്റ്റീരിയസ് ആണ്. പൂഞ്ചേലിയെ പോലെ മൗസിനെ ട്രാപ്പ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് അത് എക്സാമിൻ ചെയ്തിട്ട്, അതായത് ആ മരണത്തിന് ശേഷം എക്സാമിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ മൗസ് എന്ന് പറയുന്നത് എന്തിനെയാണ് കാണിക്കുന്നത്, ശരിക്കും പറഞ്ഞാൽ ഈ പൂഞ്ചേലിയുടെ അതേ അവസ്ഥ തന്നെയാണ് മൗസിൻ്റെ അവസ്ഥയും. എങ്ങനെയാണോ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ഭയങ്കര പൂറായിട്ടുള്ളൊരു സ്ത്രീ എങ്ങനെയാണോ ലൈഫ് ലീഡ് ചെയ്യുന്നത്, അതേപോലെ തന്നെയാണ് ഈ മൗസിൻ്റെ അവസ്ഥയും. എന്തെങ്കിലും ഒരു ഭക്ഷണം കിട്ടും, പിന്നെ മരിച്ചു പോകുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ പൂഞ്ചേലിയുടെ ആ ഒരു ലൈഫ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഗ്ലൂമി സ്പേസ് ആണ് അല്ലേ, ഒരു വല്ലാത്ത കണ്ടീഷൻ, ഒരു കിച്ചണാണ്. അത് നമുക്കത് കിച്ചണിൻ്റെ സെറ്റിങ് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും. റസ്റ്റിയാണ്, വേറെ പാത്രങ്ങളൊന്നും എടുക്കുന്നില്ല, കാരണം ഫുഡില്ലാത്തത് കൊണ്ട്. ആകെയുള്ളത് എന്താണ്, ആ ഒരു പീയുടെ കാര്യം പറയുന്നുണ്ട്, റോസ്റ്റഡ് പീയും പിന്നെ അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ, വേറെ ഒരു കാര്യവും പറയുന്നില്ല. അപ്പോൾ പൂഞ്ചേലി എന്തിനാണ് എലിയെ കൊല്ലുന്നത്, അവൾക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയാണ് എലിയെ കൊല്ലുന്നത്. അവൾക്ക് ഉള്ള ഫുഡ് എന്താണ്, അരി മാത്രമാണ്. ആ അരി തിന്നാനാണ് ആര് വരുന്നത്, എലി വരുന്നത്. സോ അതുകൊണ്ടാണ് അതിനെ കൊല്ലുന്നത് ഇവള്. അപ്പോൾ അവൾക്ക് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റീസ് തിന്നാൻ വേണ്ടി വേറൊരാൾ ഔട്ട്സൈഡർ വരുമ്പോൾ അവൾ സർവൈവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, അതിനെ കൊല്ലുന്നു. പിന്നെന്താ പറഞ്ഞേക്കുന്നത്, അവൾക്ക് ലക്ഷറീസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല, ആകെയുള്ളത് കോക്കനട്ട് ഫ്ലഷ്. അതെന്തിനു വേണ്ടി വെക്കുവാണ്, ഈ ഒരു ഇതിനെ കൊല്ലാൻ വേണ്ടി വെക്കുവാണ്. ഓക്കെ, പിന്നെ ആ പോവർട്ടിയുടെ കാര്യം പറയാൻ മറക്കരുത്. അൺനെയിംഡ് സ്പീക്കറാണ്. പിന്നെ പൂഞ്ചേലിയുടെ കാര്യമാണ് ആ സ്പീക്കർ പറയുന്നത്. പിന്നെന്താണ്, അപ്പോൾ ഇവിടെ പൂഞ്ചേലിയാണ് ഹണ്ടർ, പാട്ടുപാടി എലിയെ പിടിക്കുവാണ്. ഹണ്ടർ എന്ന് പറയുന്നത് ആരാണ്, ഇവിടുത്തെ മൗസാണ് അല്ലെങ്കിൽ മൈസാണ്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കണം. ഇവിടെ പോവർട്ടിയാണ് മൗസ് ട്രാപ്പ് എന്ന് പറയുന്നത്. അത് ഇവളെ സ്ലോലി കില്ല് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഹ്യൂമൻ ബീയിങ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഹ്യൂമാനിറ്റി ഇല്ല, അല്ലെങ്കിൽ ഫെലോ ബീയിങ്സിൻ്റെ അടുത്ത് ഒരു സ്നേഹമില്ല, വളരെ ഇൻഡിഫറൻ്റ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഹണ്ടറും എല്ലാം സെയിം തന്നെയാണ്, രണ്ടും ഹ്യൂമൻ ബീയിങ്സ് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ പോയത്തിൻ്റെ കാര്യം പറയുമ്പോൾ പൂഞ്ചേലിയാണ് ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആരെയാണ്, മൈസിനെയാണ്. പക്ഷേ പൂഞ്ചേലിയുടെ ലൈഫ് എടുത്ത് നോക്കുമ്പോൾ പൂഞ്ചേലിയാണ് എന്ത് ചെയ്യുന്നത്, ഹണ്ടഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. റിച്ച് പീപ്പിളാണ് ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പൂഞ്ചേലി, അല്ലെങ്കിൽ പോവർട്ടിയാണ് ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇവിടെ ഹ്യൂമൻ ബീയിങ്സ് തന്നെയാണ് ഹണ്ട് ചെയ്യുന്നതും ഹണ്ടഡും അല്ലേ. സോ പ്രെഡേറ്ററും പ്രേയും എല്ലാം ഇവിടെ എന്താണ്, സെയിം തന്നെയാണ്. അതാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. ഒരു ഡാർക്ക് വേൾഡ് അല്ലെങ്കിൽ ഒരു
ഡയസ്റ്റോപ്പിയൻ വേൾഡിനെ കുറിച്ചാണ് പറയുന്നത്. ഡയസ്റ്റോപ്പിയൻ വേൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു വളരെ ഡാർക്ക് ആയിട്ടുള്ള ഒരു ലൈഫിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. രണ്ടും ഹ്യൂമൻ ബീങ്സ് തന്നെയാണ് അനുഭവിക്കുന്നത്. ഹ്യൂമൻ ബീങ്സ് തന്നെ അറ്റാക്ക് ചെയ്യുന്നു, ഹ്യൂമൻ ബീങ്സ് തന്നെ എന്താണ് വേട്ടയാടപ്പെടുകയും ചെയ്യുന്നു. അതായത് പൂഞ്ചേരിയുടെ ലൈഫിന്റെ കാര്യം വെച്ച് പറയുമ്പോൾ. പിന്നെ പോയം ബിഗിൻ ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും എല്ലാം എന്താണ്, സെയിം ലൈൻസ് കൊണ്ടാണ്, സെയിം ലിറിക്സ് കൊണ്ടാണ് എൻഡ് ചെയ്യുന്നതും തുടങ്ങുന്നതുമല്ല. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.